ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ പ്രഭാതത്തിലെ നമ്മുടെ വായനാഭാഗം യെശയ്യാ പ്രവചനം 49 മുതൽ 51 വരെയുള്ള അധ്യായങ്ങളാകുന്നു. ഇന്നത്തെ ചിന്തയ്ക്കായി യെശയ്യാവ് 49 അധ്യായം 13 വാക്യം. ആകാശമേ ഘോഷിച്ചുല്ലസിക്ക, ഭൂമിയെ ആനന്ദിക്ക, പർവ്വതങ്ങളെ പൊട്ടിയാർക്കുവിൻ. യഹോവ തൻ്റെ ജനത്തെ ആശ്വസിപ്പിക്കുന്നു, തൻ്റെ അരിഷ്ടന്മാരോട് കരുണ കാണിക്കുന്നു. ഇസ്രായേൽ ജനതയെക്കുറിച്ചുള്ള ദൈവ ഉദ്ദേശം വ്യക്തമാക്കുന്ന ഒരു ഭാഗമാണ് ഇത്. ദ്വീപുകളെ എൻ്റെ വാക്ക് കേൾപ്പിൻ എന്ന ആഹ്വാനത്തോടെയാണ് ഈ അധ്യായം തുടങ്ങുന്നത്. യഹോവയുടെ ദാസ ശുശ്രൂഷ നിർവഹിക്കേണ്ട ഇസ്രായേലിന് അവരുടെ സ്വന്തം ജനത്തിനും അപ്പുറം വിശാലമായൊരു ദൗത്യമുണ്ട് എന്ന് ഈ ഭാഗം നമ്മെ പഠിപ്പിക്കുന്നു. ഇസ്രായേൽ ജനം ദൈവത്തിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട ഉടമ്പടി ജനമായതിനാൽ അവർ എപ്പോഴും ദൈവത്തിൻ്റെ കരുണയ്ക്കും നീതിക്കും അർഹരായിരുന്നു. എന്നാൽ ദൈവവും ഇസ്രായേലും തമ്മിലുള്ള ഉടമ്പടി ബന്ധം അവർക്ക് പുറത്തുള്ള ജനതകളുടെ രക്ഷയ്ക്ക് വേണ്ടിയും കൂടെ ആയിരുന്നു. ഈ ഭാഗത്ത് നിന്ന് ചില ചിന്തകൾ പങ്കുവെക്കാനത്രേ ആഗ്രഹിക്കുന്നത്. ഒന്നാമതായിട്ട്, ഉടമ്പടിയുടെ പുതുക്കം. ദൈവിക ഉടമ്പടി ഇസ്രായേൽ ജനത കാലാകാലങ്ങളായി ലംഘിച്ചുകൊണ്ടേയിരുന്നു. ഇങ്ങനെ ദൈവത്തിൽ നിന്നും അകന്ന ജനതകളെ വീണ്ടും ദൈവിക ഉടമ്പടിയിലേക്ക് നയിക്കുന്ന ദൗത്യമാണ് ഇവിടെ ദൈവം പ്രവാചകന് നൽകിയിരുന്നത്. പ്രവാസത്തിൽ കഴിഞ്ഞിരുന്ന ജനതകളുടെ പുതുക്കവും വീണ്ടെടുപ്പുമായിരുന്നു ഇതിലൂടെ യഹോവയുടെ ലക്ഷ്യം. ഇങ്ങനെ പ്രവാസത്തിൽ നിന്നും മടങ്ങുന്ന ഇസ്രായേലിന് ദൈവവുമായിട്ട് ഉണ്ടാകേണ്ട ബന്ധം ഒരു ഇടയനും ആടും തമ്മിലുള്ള ബന്ധം പോലെ ആണ്. ഇവരുടെ മടക്കയാത്ര വളരെ മനോഹരമായിട്ട് ഈ അധ്യായത്തിൽ അവതരിപ്പിക്കുന്നു. വഴികളിലും പാഴ്ക്കുന്നുകളിലും മേച്ചിൽ പുറങ്ങളുണ്ടാകും. വിശപ്പും ദാഹവും അവർക്ക് ഉണ്ടാകുകയില്ല. മരീചികയും വെയിലും അവരെ ബാധിക്കുകയില്ല. നീരുറവുകൾക്കരികെ അവരെ കൊണ്ടുപോകും. അങ്ങനെ കാരുണ്യപൂർവം അവരെ വഴി നടത്തുന്ന ഒരു അനുഭവത്തെക്കുറിച്ചാണ് ഇവിടെ കാണുന്നത്. ദൈവത്തിൻ്റെ കരുതൽ എത്രയോ വലുതാണ്. ദൈവവുമായുള്ള ഈ ഉടമ്പടി ബന്ധത്തിൽ ജീവിക്കുവാനായിട്ട് നമുക്കും സാധിക്കണം. രണ്ടാമതായിട്ട്, പ്രകൃതിയുടെ ആഘോഷം. ഇസ്രായേൽ ജനതയുടെ പ്രവാസത്തിൽ നിന്നുള്ള വീണ്ടെടുപ്പ് പ്രകൃതിയുടെ ആഘോഷത്തിലേക്കാണ് അവരെ നയിക്കുന്നത്. യഹോവ ചെയ്യുന്ന അത്ഭുത പ്രവർത്തനങ്ങൾക്ക് സാർവത്രികമായ ഒരു മാനമുണ്ട്. ഇവിടെ ദൈവത്തിൻ്റെ രക്ഷണ്യ പ്രവർത്തനം ആഘോഷമാക്കി മാറ്റുവാനുള്ള ആഹ്വാനമാണ് ഈ അധ്യായത്തിലൂടെ ലഭിക്കുന്നത്. അതിൽ ആകാശത്തിനും ഭൂമിക്കും ഒരുപോലെ പങ്കുണ്ട്. നമ്മൾ കുറിവാക്യത്തിൽ കേട്ടതുപോലെ ഘോഷിച്ചുല്ലസിക്കുക, ആനന്ദിക്കുക, പൊട്ടിയാർക്കുക എന്നുള്ള പദങ്ങൾ പ്രകൃതിയുമായുള്ള ബന്ധത്തെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ഈ ഉടമ്പടി ബന്ധത്തിൽ മനുഷ്യർ മാത്രമല്ല, സർവ്വചരാചരങ്ങളും പ്രകൃതിയും ഒന്നിച്ച് ആഘോഷമാക്കി മാറ്റേണ്ടതുണ്ട്. അങ്ങനെയെങ്കിൽ പ്രിയമുള്ളവരെ, ഞാനും നിങ്ങളും ദൈവവുമായിട്ടുള്ള നമ്മുടെ ഉടമ്പടി ബന്ധം പുതുക്കേണ്ടതും ആവശ്യമാണ്. ഇസ്രായേൽ ജനതയെപ്പോലെ ആ ഉടമ്പടി ബന്ധം ലംഘിക്കാതെ ഇരിക്കുവാൻ നാമും നമ്മുടെ ജീവിതത്തിൽ തീരുമാനം എടുക്കേണ്ടതായിട്ടുണ്ട്. അങ്ങനെ ദൈവവുമായുള്ള ബന്ധം ശോധന ചെയ്തുകൊണ്ട് കാത്തു സൂക്ഷിക്കുവാൻ ദൈവം നമ്മെ ഏവരെയും സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഈ പുതിയ പ്രഭാതം ഞങ്ങൾക്ക് ദാനമായി നൽകിയതിനായി നന്ദി പറയുന്നു. ഈ പ്രഭാതത്തിൽ അങ്ങയോട് ചേർന്ന് ജീവിപ്പാൻ ഞങ്ങളെ ഇടയാക്കണമേ. കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തിൽ അങ്ങയുമായുള്ള ബന്ധത്തിൽ വന്നുപോയ എല്ലാ വീഴ്ചകളെയും ഞങ്ങളോട് അവിടുന്ന് ക്ഷമിക്കണമേ. ഈ ഉടമ്പടി ബന്ധം ലംഘിക്കുന്നവരായിട്ടല്ല, ജീവിതത്തിൽ തിരുത്തലുകൾ വരുത്തുവാനും ഉടമ്പടി ബന്ധം പുതുക്കി അങ്ങയോട് ചേർന്ന് തുടർന്നും ജീവിക്കുവാൻ ഞങ്ങളെ ഇടയാക്കണമെന്ന് യേശുവിൻ നാമത്തിൽ അപേക്ഷിക്കുന്നു. കേൾക്കണമേ. ആമേൻ.